ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ മിനിപ്പേൾ 1024Bയിൽ നമ്മൾ സീൻ എങ്ങനെ സേവ് ചെയ്യുന്നതാണ് നോക്കുന്നത്. ഒരു സീന് നമുക്ക് LED നമ്മളിവിടെ 6 LED പാർ നമ്മൾ 6 LED പാർ പേ ചെയ്തിട്ടുണ്ട്. നമ്മൾ 6 LED പാർ ലൊക്കേറ്റ് ചെയ്തു. ഇപ്പോൾ നമുക്കൊരു വൈറ്റ് കളർ, ഇതൊരു വൈറ്റ് കളറാണ്. വൈറ്റ് നമ്മൾ ആൾറെഡി വൈറ്റ് നോക്കട്ടെ, പേജിൽ വൈറ്റ് എന്താ, വൈറ്റും കൂടെ ഓക്കെ. ഇപ്പോൾ RGBW ആണ് വൈറ്റ്. ഇപ്പോൾ ആൾറെഡി ലൊക്കേറ്റ് ആയിട്ടില്ല, നമ്മൾ ലൊക്കേറ്റ് ഫുള്ള് ഡിമ്മറാക്കി. അതിൽ ബ്ലൂ ഫുള്ളാണ്, റെഡും ഗ്രീനും ഫുള്ളാണ്. നമുക്കിതിനെ സേവ് ചെയ്യണം. സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ കണ്ടോ ക്യൂ പാരാമീറ്റർ ഉണ്ട്, ചേസ് ഉണ്ട്. നമ്മൾ ക്യൂ പാരാമീറ്ററിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ റെക്കോർഡ് ബൈ സ്റ്റേജ്, റെക്കോർഡ് ബൈ പിക്ചർ, മോഡ് 1, ഇതൊന്നും ഇല്ല. നമുക്ക് റെക്കോർഡ് ചാനലാണോ പിക്ചറാണോ സെലക്ട് ചെയ്യാം. നമുക്ക് സീനായതുകൊണ്ട് നമുക്ക് പിക്ചർ കൊടുക്കാം. മോഡ് നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. അത് ഓരോ മോഡിനും ഓരോ ഫങ്ഷനാണ്. അപ്പോൾ ഞാൻ മോഡ് 2 കൊടുക്കുകയാണ്. 2 പ്രസ് ചെയ്തിട്ട് ഇതാ എയിൽ ഈ ഒന്നാമത്തെ പേജിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ മുകളിലാണ്, താഴത്തെ പാലറ്റ് ബട്ടണാണ്. എന്നിട്ട് നമ്മൾ വീണ്ടും ഗ്രീന് ഫുള്ള് കുറച്ചു, ബ്ലൂ കുറച്ചു. വൈറ്റ് കയറി കിടക്കുകയാണ്. നമ്മൾ വൈറ്റ് ഒന്നാമത്തെ പേജ് കളറിലാണ് കിടക്കുന്നത്. എന്താ വൈറ്റ് ഓക്കെ. നമുക്ക് റെഡ് സേവ് ചെയ്യണം. റെഡ് സേവ് ചെയ്യാൻ വേണ്ടി വീണ്ടും ക്യൂ കൊടുക്കുന്നു. മോഡ് 2 തന്നെ പിക്ചർ മോഡാണ് കൊടുക്കുന്നു. ഓക്കെ. അടുത്ത് നമുക്കൊരു റെഡ് കുറച്ച് ഗ്രീൻ ഇടാം. ക്യൂ ഒരു പ്ലസ്, ബ്ലൂ ഇടാം. ഓക്കെ. ഓക്കെ, നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. വൈറ്റ്, റെഡ്, ഗ്രീന്, ബ്ലൂ. ഈ മോഡ് ഇടുമ്പോൾ പ്രശ്നമാണ്. പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒന്നാമത്തെ വൈറ്റ് അല്ലേ, അപ്പോൾ രണ്ടാമത്തെ റെഡ് കണ്ട എന്നുവെച്ചാൽ നമ്മൾ മൂന്നാമത്തെ ഗ്രീനാണ്. പതിയെ ഗ്രീന് കത്തി വന്നിട്ട് റെഡ് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രോഗ്രാം സമയത്ത് നല്ല ഒരു ക്ലിയർ എഫക്റ്റ് ഇടും. അല്ലെങ്കിൽ നമ്മൾ ഈ റെഡ് മോഡ് 1 ആക്കി കഴിഞ്ഞാൽ, നമ്മൾ 0 ആയി കഴിഞ്ഞാൽ ഈ റെഡ് ടക്കനെ ഗ്രീൻ ഓഫായി ടക്കനെ റെഡ് കത്തി വരും. ഇതങ്ങനെയല്ല, നമ്മൾ ഗ്രീൻ ഇട്ടു, ഇപ്പോൾ റെഡ് ഇട്ടു. ഇപ്പോൾ ഗ്രീൻ LED കത്തി ഫുള്ള് ബ്രൈറ്റ് ആയ ശേഷമേ റെഡ് ഓഫ് ആവുള്ളൂ. ഉണ്ടോ? അടുത്ത ബ്ലൂ അതേപോലെയാണ്. ഉണ്ടോ? എഫക്റ്റ് കിട്ടും. ഇനി നമുക്ക് ഈ പിക്ചറിൽ നമ്മൾ 6 പിക്ചറല്ലേ ലൊക്കേറ്റ് ചെയ്തില്ലേ, നമ്മളിവിടെ ഓഡ് ഇവൻ കണ്ടോ, ഓഡ് ഇവൻ ഈ പിക്ചർ സെറ്റപ്പിലാണുള്ളത്. ഈ ഓഡ് ഇവൻ ആള്. ഉദാഹരണം നമ്മൾ ഓഡ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. ഓഡ് കൊടുക്കുമ്പോൾ ഓഡ് കൊടുത്തുമുണ്ടോ ഈ രണ്ടാമത്തത്, നാലാമത്തെ, 6-ാമത്തെ ഈ 3 പിക്ചർ ഇപ്പം ഓഫാണ്. ഇനി നമ്മളിവിടെ ഈ ബ്ലൂ കുറയ്ക്കുകയാണെങ്കിൽ, ബ്ലൂ കുറയ്ക്കണം കണ്ടോ, ഇപ്പം അത് ഓഫായി. 2, 4. ഇപ്പം അവിടെ നമുക്ക് ഒരു കളർ മാത്രം ആഡ് ചെയ്യാം, റെഡ് ആഡ് ചെയ്യാം. കണ്ടോ, മനസ്സിലായല്ലേ? ഇതാണ് ഓഡ് അവർ. ഇപ്പോൾ ഉദാഹരണം നമുക്കൊന്നുകൂടെ നോക്കാം. ഫുള്ള് ലൊക്കേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഗ്രീൻ കളർ, റെഡ് കളർ ഇടാം. അതിന് ശേഷം നമ്മൾ ഓഡ് പ്രസ് ചെയ്തിട്ട് ഈ റെഡിനെയും കുറയ്ക്കണം. അപ്പം ഈ രണ്ടാമത്തേലും 4-ാമത്തേലും 6-ാമത്തേലും ഇപ്പോൾ റെഡ് ഫുൾ ഓഫായി. നമുക്കവിടെ ഒരു ഗ്രീന് പൊക്കാം. ഓക്കെ, പൊക്കിയ ശേഷം ക്യൂ കൊടുക്കുക. നമ്മുടെ ഇവിടെ പേജ് 5-ാമത്തേൽ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഇങ്ങനെ നമുക്ക് നമ്മളെ ഇഷ്ടത്തിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും.
ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ സീന് സേവ് ചെയ്യുന്നത്. ഇനി ഒരു ഇതുകൂടെ ഉണ്ട് കേട്ടോ. നമുക്കിപ്പം ലൊക്കേറ്റ് ചെയ്തു. ഇപ്പം നമ്മൾ 1 2 3 ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്തു. ലൊക്കേറ്റ് ചെയ്ത ശേഷം നമ്മളൊരു കളർ കൊടുത്തു, ക്യൂ കൊടുത്തു. നമ്മളിവിടെ സേവ് ചെയ്തു, ഈ 8 സേവ് ചെയ്തു. ഓക്കെ, 8 സേവ് ചെയ്തു. 8 6 സേവ് ചെയ്തു. ഒരു സൈഡ് മാത്രമേ ഇടും. അപ്പോൾ നമ്മൾ അടുത്ത 3 LED ബാർ നമ്മൾ പെട്ടെന്ന് പ്രോഗ്രാം ചെയ്യാൻ മറന്നുപോയി. നമുക്ക് ഈ 6ാമത്തെ ഫേഡറിൽ നമുക്ക് വീണ്ടും അടുത്ത 3 LED ബാറിൽ ഗ്രീൻ ലൈറ്റ് കൂടെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആഡ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അടുത്ത 3 LED ബാർ ലൊക്കേറ്റ് ചെയ്യുക. നമുക്കൊരു ഗ്രീൻ കളർ കൊടുക്കുക, ഗ്രീൻ കൊടുക്കുക, ക്യൂ കൊടുക്കുക. വീണ്ടും 6 തന്നെ, 6 ഇപ്പോൾ ആൾറെഡി നമ്മൾ ഉണ്ട്, അവിടെ തന്നെ വീണ്ടും പ്രസ് ചെയ്യുക. കണ്ടോ, ഇപ്പം മെർജ് അല്ലെങ്കിൽ റീപ്ലേസ്, മെർജും ഉണ്ട് റീപ്ലേസും ഉണ്ട്. മെർജ് നമുക്ക് കൊടുത്തു നോക്കാം. മെർജ് കൊടുക്കുമ്പോൾ 6 ഇവിടെ മെർജ് സെലക്ട് ചെയ്യണം, എയിൽ. കണ്ടോ, അപ്പം ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. എക്സിറ്റ് ക്ലിയർ. കണ്ടോ, അപ്പം മെർജ് ആയിട്ടുണ്ട്. കാര്യം നമ്മൾ ഇതിൽ കൂടെ ഈ ഗ്രീൻ നമ്മൾ മെർജ് ആക്കിയിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി റീപ്ലേസ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ്. ഉദാഹരണത്തിന് നമുക്ക് ലൊക്കേറ്റ് ചെയ്യുക ഒരു കളർ. ഉദാഹരണം നമുക്കൊരു റെഡിനെ കൊടുക്കാം, റെഡ്. ക്യൂ കൊടുക്കുക, 7 സേവ് ചെയ്തു, 7 ഇപ്പോൾ അത്. ഇനി റീപ്ലേസ് ചെയ്ത് നോക്കാം. റീപ്ലേസ് എന്ന് പറയുമ്പോൾ അടുത്ത 3 ഒരു ഗ്രീന് കൊടുത്ത് റീപ്ലേസ് ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്ത 3 1 2 3 ലൊക്കേറ്റ് ചെയ്യുക, ഗ്രീന്. ക്യൂ കൊടുക്കുക, 7 പ്രസ് ചെയ്യുക, റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 7 ക്ലിക്ക് ചെയ്യാം. കണ്ടോ, അപ്പം മറ്റേ ഇപ്പുറത്ത് ആദ്യത്തെ 3 LED ബാറിൻ്റെ ബ്ലൂ മാറിയിട്ട് ഈ ബാക്കിയുള്ള 3 LED ബാറിൻ്റെ ഗ്രീനായിട്ട് നമ്മളിവിടെ റീപ്ലേസ് ചെയ്ത് സേവ് ചെയ്തു. ഇനി നമുക്ക് മാറിപ്പോയാലും അങ്ങോട്ടും ഇങ്ങോട്ടും റീപ്ലേസ് മെർജ് ചെയ്ത് സീനിലാണ് കേട്ടോ, ഇത് ക്യൂവിലാണ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത്. ചേസിൽ നമുക്ക് ഒന്നുകൂടെ കിട്ടും, അത് നമുക്ക് പിന്നെ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാം ചേസാണ് സീനിൽ. സീൻ എന്ന് വെച്ചാൽ ഈ മിനി പേരിൽ ക്യൂ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതൊരു സീനാണിത്. ക്യൂ പാരാമീറ്റർ എങ്ങനെ നമുക്ക് സേവ് ചെയ്യാമെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ നമ്മൾ ചേസ് എങ്ങനെ സേവ് ചെയ്യുന്നുള്ള വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക. എനിക്ക് അറിയുന്നുള്ള ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.